3-4 ദിർഹവും കൊടുത്ത് കുബൂസും വാങ്ങിക്കഴിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നവരാണ് ഭൂരിഭാഗം പ്രവാസികളും. കുടുംബത്തിന് വേണ്ടിയാണ് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഇങ്ങനെ മാക്സിമം പിശുക്കി പ്രവാസികൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും നിങ്ങൾ സ്വർണമായിട്ടോ സ്ഥലമായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾ മാറ്റിവെക്കണം. കാരണം പ്രായമാകുമ്പോൾ എല്ലാം കുടുംബത്തിനൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരരുത്. പല പ്രവാസികളും ചിന്തിക്കാത്ത അല്ലെങ്കിൽ മറന്നു പോകുന്ന കാര്യമാണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മാക്സിമം പിശുക്ക് കാണിച്ചുണ്ടാക്കുന്ന തുകയെല്ലാം തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് മരണം സംഭവിച്ചു പോയാൽ അവർക്ക് ജീവിക്കാനായിട്ട് നിങ്ങളുണ്ടാക്കി കൊടുത്ത വീടും സ്വർണവും എല്ലാം തന്നെ അവർ വിറ്റുപെറുക്കേണ്ടി വരും. എന്നാൽ ഓരോ പ്രവാസിയും വളരെ തുച്ഛമായ ഒരു തുക എടുത്തിട്ട് ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തിട്ടാലോ? ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ പോലും വളരെ വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതായത് കുട്ടികളുടെ പഠിത്തം, വിവാഹം, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അഭാവത്തിലും വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് നിർത്താൻ സാധിക്കും. ഇനിയിപ്പോൾ ക്യാൻസർ പോലെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നാലും നിങ്ങൾ സാമ്പത്തികമായിട്ടും ഞെരുക്കത്തിലാവും. എന്നാൽ നമ്മൾ ഒരു ദിവസം ചിലവഴിക്കുന്ന ഒരു ഡിന്നറിൻ്റെ തുക മാത്രം ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വെറും 820 രൂപ മാസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കോടിയുടെ വരെയും കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ അതിലുണ്ട്. നിങ്ങൾക്ക് മരണം പോലെയുള്ള ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നോമിനിക്ക് വളരെ വലിയൊരു തുകയാണ് കവറേജ് ആയിട്ട് ആ ഒരു ടേം ഇൻഷുറൻസിലൂടെ ലഭിക്കുക. ഇനി നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ടുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ടൊരു കൈത്താങ്ങാവാനും ഈ ഒരു ടേം ഇൻഷുറൻസിന് സാധിക്കും. മറ്റൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ പ്രവാസ നാട്ടിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ ചീപ്പർ പ്രീമിയമാണ് ഇവിടെ. അതാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. ഇതുകൂടാതെ നിങ്ങൾ പ്രീമിയം അടക്കുന്നത് ആനുവലി ആണെങ്കിൽ നിങ്ങൾക്ക് 5% വരെ വേറെയും ഡിസ്കൗണ്ട് ലഭിക്കും. പിന്നെ നിങ്ങളൊരു NRI അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പേ ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രവാസി ആയതുകൊണ്ട് നിങ്ങൾക്ക് 18% GSTയും കുറച്ച് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് 23% വരെ ഡിസ്കൗണ്ടാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്ത്യയിലെ ഏത് കമ്പനിയുടെ ടേം ഇൻഷുറൻസും നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ എടുക്കാം. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പരസ്പരം ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആഡ് ഓൺസ് അഥവാ റൈഡർ എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള റൈഡറുകളുണ്ട്. ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നവരാരും തന്നെ ആഡ് ഓൺസ് എന്താണെന്ന് മനസ്സിലാക്കിയോ അത് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ കൂട്ടിച്ചേർത്താൽ ഒട്ടേറെ ബെനിഫിറ്റ് ഉണ്ട്, ഒട്ടേറെ ആഡ് ഓൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആക്സിഡൻറ്റിലെ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഗുണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു സാധാരണ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് 1 കോടിയാണ് കവറേജ് എന്നിരിക്കുക. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ നോമിനിക്ക് 1 കോടി അവിടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. എന്നാൽ നമ്മൾ 50 ലക്ഷത്തിൻ്റെ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ആ ഒരു ആഡ് ഓൺ കൂടി അതിനൊപ്പം ചേർത്തിട്ടുണ്ടെന്ന് കരുതുക. വളരെ തുച്ഛമായൊരു തുകയാണ് ആ ഒരു ആഡ് ഓൺ ചേർക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നമ്മൾ മരിക്കുന്നത് ഒരു ആക്സിഡൻറ്റിലാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നത് നമ്മൾ നോർമലി ഉള്ള ആ ഒരു 1 കോടി കൂടാതെ 50 ലക്ഷം കൂടിയായിരിക്കും. അത് 1 കോടി 50 ലക്ഷം. പിന്നെ നമ്മൾ ഈ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ അത് വാഹനാപകടം മാത്രമല്ല, തീപിടുത്തം മൂലമാവാം, അല്ലെങ്കിൽ എയർപ്ലെയിൻ ക്രാഷ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ട് ആ ഒരു അപകടത്തിനുണ്ടാകുന്ന പരിക്ക് മൂലം പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ മരിക്കുന്നതാവാം. ഇതൊക്കെ തന്നെ ആക്സിഡൻ്റ് ഡെത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയാൽ അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ ഇന്ത്യയിലുള്ള പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, അതിൽ നിന്നും എടുക്കുന്ന ടേം ഇൻഷുറൻസിന് 24/7 എന്ന രീതിയിൽ ക്ലെയിം അസിസ്റ്റൻസും അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, നിങ്ങൾ പ്രവാസികൾ മാക്സിമം പിശുക്കി ജീവിച്ചിട്ട് ആ ഒരു തുക മുഴുവനും നിങ്ങളുടെ കുടുംബത്തിനായിട്ട് ചിലവഴിക്കാതെ അതിൽ നിന്നും കുറച്ച് തുക നിങ്ങളുടെ ഭാവിയിലേക്ക് എന്ന രീതിയിൽ നിങ്ങളുടെ പേരിൽ തന്നെ മാറ്റിവെക്കുക. എന്തായാലും നിങ്ങളുടെ കുടുംബം ഭംഗിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ തുച്ഛമായൊരു തുക കൊടുത്തിട്ട് ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തിടുക. അപ്പോൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളും അവിടെ സേഫായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. പല ആളുകൾക്കും ടേം ഇൻഷുറൻസിന് ഗുണം അറിയില്ല, അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല.